Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. റേഡിയോ മലയാളം 98.6 ഇത് സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈമാണ്. കൂടെയുണ്ട് RJ തുഷാരൻ. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പോ ആ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ അഖിൽ സത്യനാണ്. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. ഹായ് തുഷാര. ഹായ്. ഹലോ. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ സക്സസ് ഓഫ് സർവമായ. ആൻഡ് എനിക്ക് തോന്നുന്നു എല്ലാ സിനിമ ഫാൻസിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഐ ഹാവ് ടു ടെൽ യു എ ബിഗ് താങ്ക് യു ഫോർ ഗിവിംഗ് us something as beautiful as സർവമായ. സന്തോഷം. ഐ എം ഷുവർ, കാരണം തിയേറ്ററിൽ ഈ ഒരു സിനിമ കണ്ടിറങ്ങിയവരാണെങ്കിലും അഖിൽ സത്യൻ എന്ന ഡയറക്ടറിന്റെ അടുത്ത് വന്ന് സംസാരിച്ചവരാണെങ്കിലും ഡെഫിനറ്റ്ലി ഓൾ ഓഫ് ദം ഹാവ് ബീൻ ഗിവിംഗ് യു വെരി വെരി പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ്. ഇത്രയ്ക്കും ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചിരുന്നു? സത്യം പറഞ്ഞാൽ ഇത്രയും ഈ നമ്പർ പുള്ളിന്ന് എക്സ്പെക്ട് ചെയ്തു. നമുക്കൊരു ഡീസന്റ് ഹിറ്റ് ആവുന്ന മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. കാരണം തിയേറ്ററിക്കലി പക്ഷേ ഇത് പാച്ചു എന്നുള്ള സിനിമ ശരിക്കും തിയേറ്ററിൽ ഒരു ആവറേജ് ആയിട്ട് മാത്രം, കാരണം ആ സമയത്ത് 2018 വലിയ ബ്ലോക്ക് ബസ്റ്റർ വന്നുകൊണ്ട് നമുക്ക് വെരി ആവറേജ് ആയിട്ട് മാത്രം പോയത്. അപ്പോൾ ഇത് പക്ഷേ ഏത് 2018 വന്നാലും തിയേറ്ററിൽ അടിക്കണം എന്നൊരു വാശിയിൽ ഉണ്ടാക്കിയത് ഒരു തിയേറ്ററിക്കൽ ഡിസൈൻ ആണ് ശരിക്കും പറഞ്ഞ സമയമായി. അപ്പൊ അതിന്റെ ഒരു പാക്കേജ് ആണ് എനിക്ക് തോന്നുന്നു ഇത്രയും അത് വർക്ക് ആവാൻ കാരണം. കാരണം ഇതിനകത്ത് നമ്മളൊരു ഹ്യൂമറും റൊമാൻസും ഇമോഷനും പാക്ക് ചെയ്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അതൊരു ഈവൻ തിയേറ്ററിക്കലി പോലാണ്. ഇപ്പൊ നമുക്ക് ഫീൽ ഗുഡ് പടം എന്ന് പറയുമെങ്കിൽ പോലും ഇതിന്റെ 100% നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ മാത്രമേ പറ്റുള്ളൂ. അതിന്റെ സൗണ്ട് ഡിസൈൻ ആയാലും വിഷ്വൽ ആയാലും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷം. പിന്നെ ആഫ്റ്റർ ലോങ് ടൈം ഒരു 90s നമ്മൾ കണ്ടുകൊള്ളുന്നുള്ള 90s സിനിമാറ്റിക് ഗ്രാമർ റീയൂസ് ചെയ്ത സിനിമയാണ്. അപ്പൊ ഫാസ്റ്റ് കട്ട്സോ വില്ലന്മാരോ റിവെഞ്ചോ ക്ലൈമാക്സിൽ വില്ലന്മാരെ കൊല്ലുന്ന സിനിമയല്ലല്ലോ സിനിമ. നമ്മളിപ്പോ ഈ ടോപ്പ് 5 ബ്ലോക്ക് ബസ്റ്റർ നോക്കി കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് ഒഴിച്ച് ബാക്കി എല്ലാ പടത്തിലും വില്ലന്മാരെ കൊന്നിട്ടാണ് പടം അവസാനിക്കുന്നത്. അപ്പൊ അതല്ലാതെ ഒരു മർഡർ ഇല്ലാത്ത സിനിമയാണ് നമ്മൾ കഴിയുന്നത്. അപ്പൊ ആ സിനിമ ഇങ്ങനെ എത്തി എന്നുള്ളതിലൊക്കെയാണ് എനിക്കൊരു കുറെ പേർക്കുള്ള ഒരു വാലിഡേഷനാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ള. കാരണം പോസ്റ്റ് കോവിഡ് ഈ പറഞ്ഞ പോലെ ലൗഡ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മാത്രമാണ് സിനിമ എന്നുള്ളൊരു സക്സസ് എന്നുള്ള സാധനം. അത് മാറിയിട്ട് നമ്മൾ കണ്ടുവളർന്നുള്ള അതേ പാറ്റേണിലുള്ള സിനിമ ഉണ്ടാക്കാൻ ഒരു പ്രൂഫായി മാറി സമയമായ. അത് മാത്രമാണ് എനിക്ക് ഏറ്റവും വലിയൊരു വാലിഡേഷൻ ഇതിനകത്തുള്ളത്. ഈ ഒരു സിനിമ ഫസ്റ്റ് ഡേ ഓഫ് റിലീസ് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഓഫ് റിലീസിൽ ആ ഒരു സിനിമ കണ്ടതിന് ശേഷവും അതിനുശേഷം 100 crore ക്ലബിലേക്ക് കയറിയപ്പോഴും ഈ രണ്ട് സമയങ്ങളിലും വാട്ട് വാസ് യുവർ ഓണസ്റ്റ് ഫസ്റ്റ് റിയാക്ഷൻ? ഞാനത് റിലീസ് ഡേ കാണാൻ പറ്റിയിരുന്നില്ല. കാരണം ദുബായിലായിരുന്നു നിവിൻ ദുബായിലായതുകൊണ്ട് ഞങ്ങളെല്ലാം ദുബായിലായിരുന്നു പ്രൊമോഷൻ. അപ്പോ അവിടെ പക്ഷേ അവിടുത്തെ ഒരു വോക്ക് സിനിമകൾ അവിടെ കണ്ടിരുന്നു സിനിമ. അപ്പോ അപ്പോഴെനിക്ക് ആൾക്കാർ ചിരിക്കുന്നതിന്റെ സന്തോഷം ഉണ്ടെങ്കിലും നാട്ടിലാണ് ശരിക്കും എനിക്കിതിന്റെ ഒരു നോർമൽ തിയേറ്റർ കയറിയപ്പോഴാണ് ആൾക്കാർ ഫുൾ ഫാമിലീസ്. ഞങ്ങൾ ആക്ച്വലി സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ഫുൾ ഫാമിലീസ് ആണ്, സ്ത്രീകളും. അപ്പോ സ്ത്രീകൾ എന്നറിയുന്ന തിയേറ്ററിന് കാണാൻ പ്രത്യേക ഭംഗിയാണ്. മറ്റേ ബൈക്കുകൾക്ക് പകരം കാറുകളും ആൾക്കാരും വരുന്നത്. അപ്പൊ സാധാരണ പയ്യന്മാരല്ലോ ഇത്. അതല്ലാതെ ഒരു മിക്സ്ഡ് ക്രൗഡ് വരുന്നതിന്റെ സന്തോഷം കാണാൻ പറ്റി നാട്ടിലെ. അപ്പൊ അത് ഭയങ്കര അതാണ് അൾട്ടിമേറ്റ്ലി ഒരു ഫിലിം മേക്കർക്ക് നമ്മുടെ ക്രിയേഷൻ ഇത്രയും ആൾക്കാർ കാണുന്നത് തന്നെയാണ് അൾട്ടിമേറ്റ് ഹൈ. ആ ഹൈ എനിക്ക് കിട്ടിയത് നാട്ടിൽ നിന്നാണ്. ഐ തിങ്ക് യു ഹാഡ് ഓൾസോ പോസ്റ്റഡ് എ ഫോട്ടോ സ്റ്റോറി ആയിട്ടോ എന്തോ സത്യൻ അന്തിക്കാട് സർ ആ ഒരു ന്യൂസ് പേപ്പർ പിടിച്ചു. അത് നമ്മൾ ആക്ച്വലി 6 ഡേയ്സിൽ 60 crores കിട്ടിയപ്പോ നമ്മൾ ഒരു പോസ്റ്റ്. അപ്പൊ രാവിലെ ഞാൻ അന്ന് അന്തിക്കാട് പോയി. അന്തിക്കാട് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ അച്ഛൻ പത്രം വായിക്കണം. അപ്പൊ എന്താണ് കൊള്ളാലോ എന്ന് പറയുമ്പോ ഞാൻ നോക്കും. അപ്പൊ ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് പുറകെ പോയപ്പോഴാണ് നമ്മുടെ കാണുന്നത്. അതെ. അത് ന്യൂ ഇയർ ആയിരുന്നു. അന്ന് January 1 ആയിരുന്നു. അപ്പൊ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് മാറിയത്. നല്ലൊരു തുടക്കം. അതെ. ശരിക്കും ഹൊറർ കോമഡി എന്ന ഈ ഒരു ജോണറിനെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഷെയ്ഡ് കൊണ്ടുവന്ന ഒരു സിനിമയും കൂടിയാണ് സർവമായ എന്ന് പറയുന്നത്. ഈ ഒരു ത്രെഡിലേക്ക് എത്തിയ ആ ഒരു കഥ നമുക്കൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് ഭാർഗവി നിലയം ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാവരും പറയും വിസ്മയത്തുമ്പത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഹെവൻ, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി അതിന്റെ ഫോമാറ്റ് ഒന്നാണെങ്കിലും ഇത് പറഞ്ഞ പോലെ റൊമാൻറ്റിക് സിനിമ പോലെ ഒരു ഹൊറർ റോംകോം ആണ് ഈ പറഞ്ഞ കാറ്റഗറി. അതൊരു ജോണറാണ്. സർവമായ ശരിക്കും ആ ജോണർ മാത്രമേ ഉപയോഗിച്ചുള്ളൂ, ബാക്കിയെല്ലാം കഥയെല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ ഇത് പക്ഷെ എനിക്ക് ബഷീറിന്റെ നീലവിളിച്ച എന്നുള്ള കഥ ഇഷ്ടമാണ്. അതാണ്. അപ്പൊ അതിൽ നിന്നുള്ള അങ്ങനെ ഒരു കഥ ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തില് ഒരു ആഗ്രഹം പ്ലാൻ മനസ്സിനകത്ത് ഒരു പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. അത് അപ്പൊ അത് എനിക്ക് പാച്ചുവിന്റെ ഷൂട്ടിംഗ് അങ്ങനെ പല തവണ വൈകിയപ്പോ 2021 ആയപ്പോ ആ സിനിമ നടക്കില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായി. അപ്പൊ എന്നോട് ഫഹദ് പറഞ്ഞു ഒരു ചെറിയ കഥ ആലോചിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടി ചെയ്താണ്. ഫഹദ് ഇപ്പൊ ചെറിയ കഥ ആലോചിക്കാൻ പറഞ്ഞപ്പോ ചുമ്മാ ആലോചിച്ച് നോക്കിയാണ് അങ്ങനത്തെ ഒരു തോട്ട്. അപ്പോ പക്ഷെ ബാക്കിയെല്ലാം കുറെ റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ആണ്. ഇപ്പൊ മെയിൻ ഒരു ഏത്തിസ്റ്റ് ആയിട്ടുള്ള നമ്പൂതിരി എന്നുള്ള എന്റെ ജൂനിയർ ആയിട്ടുള്ള പയ്യനാണ് കോളേജിൽ. അപ്പൊ അയാൾ ചെയ്തിട്ടുള്ള കാര്യം കണ്ടപ്പോഴാണ് നമുക്ക്
പ്രബേന്ദു എന്നുള്ള ഒരു എയ്ത്തിസ്റ്റ് നമ്പൂതിരി എന്നുള്ളത്. അപ്പൊ അതിന്റെ കോൺട്രാസ്റ്റ് ആണ് ഒരു എയ്ത്തിസ്റ്റ് നമ്പൂതിരി മീറ്റ്സ് ജെൻസി അച്ചായത്തി ഗോസ്റ്റ്. അപ്പൊ അതാണ് അതിന്റെ പക്ഷെ അപ്പൊ തന്നെ എനിക്ക് ക്ലൈമാക്സ് കിട്ടിയതാണ്. ക്ലൈമാക്സ് ഈ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കി പ്രിമൈസ് സെറ്റ് ചെയ്തപ്പോ തന്നെ എനിക്ക് ക്ലൈമാക്സ് കിട്ടി. അപ്പൊ പുറകെ നിന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്, പിന്നെ അത് ഫില്ല് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ റൈറ്റിംഗ് ആക്ച്വലി കഥ പെട്ടെന്ന് വന്നു, പക്ഷെ എഴുതാൻ പാച്ചുവിനേക്കാളും ബുദ്ധിമുട്ടുള്ള സിനിമയായിരുന്നു. കാരണം ഇങ്ങനത്തെ ഭയങ്കര തിൻ ലൈനാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അപ്പോ അതിന്റെ പിന്നെ കുറെ കണക്ഷനും ഉണ്ട് സിനിമയിൽ, അവിടെ നിന്നും റീകോളും കുറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് റൈറ്റിംഗിൽ കുറച്ച് സമയം എടുത്തിരുന്നു മാത്രം. ഈ കഥ എഴുതുന്ന സമയത്ത് നിവിൻ പോളി തന്നെ ആയിരുന്നോ ഇൻ യുവർ മൈൻഡ്? അതെ നിവിൻ തന്നെയായിരുന്നു. കാരണം ഇത് അന്ന് ഞാൻ പിന്നെ നിവിനെ ആക്ച്വലി ഞാൻ വിളിച്ചിരുന്നു, പാച്ചുവിന് തൊട്ട് മുമ്പ് ഞാൻ വിളിച്ചിരുന്നു റിലീസിന് മുമ്പ്. അപ്പൊ കോവിഡ് സമയമാണ്, എല്ലാവരും പ്രതികരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ പാച്ചുവിലെ നിവിനായിരുന്നു പാച്ചു. അപ്പൊ ഞാൻ ആ ഒരു മടി മാറ്റാൻ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ കാഷ്ലിംഗ് ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ആ ഫോണിൽ കഥ പറഞ്ഞിരുന്നു. പിന്നെ ഒരു 2023 മറ്റോ പാച്ചു OTT ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള സമയത്ത് അൽത്താഫാണ് എന്നെ വിളിക്കുന്നത്. അൽത്താഫിന് നിവിനെ മീറ്റ് ചെയ്തു കാഷ്ലി ആഫ്റ്റർ 2 years. എന്നിട്ട് മീറ്റ് ചെയ്തപ്പോ നിവിൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ചുമ്മാ പറഞ്ഞു, അഖിൽ ഒരു പണ്ടൊരു കഥ പറഞ്ഞു നല്ലതായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴേ ഞാൻ ഓർക്കുന്നത് നിവിനോട് ഞാനത് പറഞ്ഞിരുന്നല്ലോ എന്നായിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് ഞാനപ്പോ വേറൊരു ഷെർലക് ഹോംസിന്റെ ഫീമെയിൽ വേർഷൻ ആണ് പ്ലാൻ ചെയ്തത്, മമിത ബൈജനെ വെച്ചിട്ട്. അപ്പൊ അത് പക്ഷേ പ്രാക്ടിക്കലി കുറച്ച് പ്രൊഡക്ഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അപ്പൊ അത് നടന്നില്ല. അപ്പോ ഞാൻ പക്ഷെ നിവിനെ വിളിച്ചു, ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട്, നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് നിവിനെ സമ്മതിച്ചു. അങ്ങനെയാണ് പിന്നെയാണ് ഞാൻ കഥയിലേക്ക് തിരിച്ചു പോയത്. പിന്നെ അച്ഛന് ഇഷ്ടമുള്ള കഥ, അച്ഛൻ എപ്പോഴും എന്നോട് പറയുന്നത് ഈ ഷെർലക്കിനേക്കാൾ മുമ്പ് ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര രസമുള്ള, അച്ഛൻ ഇതിന്റെ ഒരു പോയിറ്റിക് ബ്യൂട്ടി ഇഷ്ടമാണ് ഈ കഥയുടെ. അപ്പൊ അച്ഛൻ പറഞ്ഞപ്പോ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കണ്ടല്ലോ, പക്ഷെ വർക്കായി. നിവിൻ എന്ന ആക്ടർ അഖിൽ സത്യൻ എന്ന ഡയറക്ടറിനെ സെറ്റിൽ വാവ് പറയിപ്പിച്ച ഏതെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന ഒരു സീൻ ഉണ്ടോ? എനിക്ക് നിവിന്റെ ഇമോഷണൽ സീൻസ് ഇഷ്ടമാണ്. എല്ലാവരും നിവിന്റെ ചിരി, നിവിന്റെ ഹ്യൂമർ പറയുന്നത് അതെല്ലാം പറയുന്നെങ്കിലും എനിക്ക് നിവിൻ ഇമോഷൻ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ സട്ടിൽ ആയിട്ടാണ്. അത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. എല്ലാവരും ഇമോഷന്റെ സമയത്ത് എല്ലാവരും മറ്റു ആക്ടേഴ്സിനെ പറ്റി പറയുമ്പോഴും എനിക്ക് നിവിൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഇമോഷൻ ഇമോട്ട് ചെയ്യും. അത് നമ്മൾ ആ സട്ടിൽ ഫാക്ടർ എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. ഇപ്പൊ ഇതിനകത്ത് നിവിൻ അവസാനം പറഞ്ഞ ഡയലോഗ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് സിനിമയിൽ. നിവിൻ അവസാനമായിട്ട് പറയുന്ന ഒരു ഒറ്റ വാക്കുള്ളൂ, ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ലിവിംഗ് റൂം ആണ് നമ്മുടെ ക്ലൈമാക്സ്. അതിനകത്ത് മിനിമൽ ഡയലോഗാണ്. നിവിന് ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ, പക്ഷെ ആ ഡയലോഗ് നിവിൻ പറഞ്ഞിട്ട് അതൊരു 20 സെക്കൻഡ് എടുത്തിട്ടാണ്. അപ്പൊ അത് ആണ് ഇതിന്റെ നിവിന്റെ ഫൈനൽ ഡയലോഗാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈ തന്നത് എനിക്ക് നിവിന്റെ പെർഫോമൻസിൽ. നിവിൻ അച്ഛ എന്ന് വിളിക്കുന്ന ഒരു ലോങ് സൈലൻസ് സോ മച്ച് ലൈക്ക് ശരിക്കും ഇപ്പൊ ഐ തിങ്ക് വി പുട്ട് ourselves in his place also. നമ്മളും ചിലപ്പോൾ അത്ര എങ്ങനെയാ വിളിക്കണ്ടേന്നുള്ളൊരു അതെല്ലാം സത്യനന്ദിക്കാട് ഫിലിം മേക്കിംഗ് ആണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ആരും അത്ര ലെങ്ത് ഷോട്ട് വെക്കില്ല, എല്ലാവരും കട്ട് ചെയ്യും. ഇപ്പൊ വേറൊരു എഡിറ്റർ ആയിരുന്നെങ്കിൽ അത് കട്ട് ചെയ്തേനെ ഉറപ്പായിട്ടും. ഇത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് നമുക്കത് കട്ട് ചെയ്യാം. കാരണം എനിക്കറിയാം അത് നമുക്ക് വേറെ ഡയലോഗ്സ് ഇല്ല, അവിടെ ഇമോഷൻ ആണ് അവിടെ ഡയലോഗ്, ആ ലുക്കാണ് അതിന്റെ ഡയലോഗിന്. അപ്പൊ നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള പഴയ എഡിറ്റ് പാറ്റേൺ ആണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ അത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി സിനിമയുടെ ബേസിക് ഗ്രാമറും. അപ്പൊ നമുക്ക് ഒരു മൊത്തം ഒരു ഫിലിം മേക്കിങ്ങിന്റെ കൂടി ഭംഗി തോന്നുന്നു, പെർഫോമൻസിലേക്ക് വന്നു. ഈ കോമഡി എന്ന് പറയുന്നത് സച്ച് ടഫ് ജോണർ ടു റൈറ്റ് ലൈക്ക് അപ്പൊ റൈറ്റ് ചെയ്യാനാണെങ്കിലും ഡയറക്ട് ചെയ്യാനാണെങ്കിലും. കാരണം ഇറ്റ് ഇസ് ലൈക്ക് എ ഹിറ്റ് ഓർ മിസ്, വർക്കായി. സോ ഈ ഒരു സിനിമ എഴുതുന്ന സമയത്തും ലൈക്ക് ഐ മീൻ ലൈക്ക് ഡെഫിനറ്റ്ലി ഇറ്റ് വർക്ക് ഫോർ യു ബിക്കോസ് തിയേറ്ററിൽ ഓൾ ഓഫ് us were laughing out loud. പക്ഷെ ഈ പറഞ്ഞ പോലെ എഴുതുമ്പോ എങ്ങാനും ഇത് എഴുതി കഴിഞ്ഞാൽ ശരിയാവോ ഇല്ലയോ എന്ന് വിചാരിച്ച് ബട്ട് ഇറ്റ് ആക്ച്വലി ക്ലിക്ക് ചെയ്ത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡയലോഗ് ഉണ്ടോ എടുത്ത് പറയാനായിട്ട്? എനിക്ക് എഴുതുമ്പോ ചിരിച്ചു പോയത് അത് എഴുത്തിൽ മാത്രം വന്നാണ്. അതായത് ആ സീൻ ശരിക്കും എൻഡ് ചെയ്യണം, അത് ശരിക്കും ആ സീനെ എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. അത് സ്ക്രീൻ ടൈം ലെങ്ത് ഇല്ല, ബേസിക്കലി നമുക്ക് അത് അവിടെ അവസാനിപ്പിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അത് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര അബ്രപ്റ്റ് എൻഡിംഗ് ആണ്, പക്ഷെ ആ ഹ്യൂമറിലാണ് അത് ക്ലോസ് കിട്ടുന്നത് നമുക്ക്. അപ്പൊ അത് ശരിക്കും പാച്ചുവിന്റെ തന്നെ ഒരു സീൻ, പാച്ചുവിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഫഹദിന്റെ ക്യാരക്ടർ ആദ്യമായിട്ട് നിധി എന്നുള്ള കുട്ടിനെ മീറ്റ് ചെയ്യുമ്പോൾ അവള് ചീത്ത പറയും, ടെൻഡി ചെറ്റ. അപ്പൊ ഫഹദോട് തന്നെ ഉമ്മച്ചിന്റെ ഇടയിൽ ഇത് കൊടുക്കും. അപ്പൊ ഉമ്മച്ചി ഹലോ പറയുമ്പോഴേക്ക് ഈ കുട്ടി കരയും. അപ്പൊ ഉമ്മച്ചി പറഞ്ഞു നീ കരയാതെ എന്തെങ്കിലും ഒന്ന് പറ എന്ന് പറയുമ്പോ ഉമ്മച്ചി ഇവൻ നിധി നേരെ ഫഹദിനെ നോക്കിയിട്ട് ഇവൻ ഉമ്മച്ചിയെ തള്ളാന്ന് വിളിച്ചു എന്ന് പറയും. അപ്പൊ അത് റീയൂസ് ചെയ്താണ് ഈ സീൻ. പാച്ചുവിന്റെ ആ സീനിന്റെ നമ്മള് ആ ടെക്നിക്ക് റീയൂസ് ചെയ്തിട്ടാണ് ഈ ബണ്ണുചാർ വന്നത്. പക്ഷെ അത് വർക്ക് നിവിൻ പറയുമ്പോ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അതെ നമ്മളതിന് റെഫറൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇപ്പോ ഈ മറ്റേ മേഘത്തില് ശ്രീനീങ്ങളുടെ ക്യാരക്ടർ തല്ലാനായിട്ട് ഇയാളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരും ഭയങ്കര ബിൽഡപ്പില്. അപ്പൊ ഡോർ തുറക്കുമ്പോ മമ്മൂട്ടി തോക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ തീപ്പെട്ടി ഉണ്ടാ അപ്പൊ ആ സെയിം മോഡലേഷനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ട്. അത് ഭയങ്കര ഐ റിമെമ്പർ ലൈക്ക് എവ്രിവൺ വാസ് ലൈക്ക് ലിറ്ററലി ലൈക്ക് ലാഫിംഗ്. കാരണം ഇറ്റ് കുഡ് ലൈക്ക് യു സെഡ് ഇറ്റ് കുഡ് ഹാവ് ഗോൺ എനിവെയർ. ഭയങ്കര ഒരു ഇമോഷണൽ സീൻ ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് ഇത് ക്ലിക്ക് ആയി. സോ ഫ്രം പാച്ചു ടു സർവമായ, ഹൗ മച്ച് ഡിഡ് യു ആസ് എ ഫിലിം മേക്കർ ഇവോൾവ്? പാച്ചു ആണ് എന്റെ ബേസിക് ഒരു ഡിസൈൻ സെറ്റ് ചെയ്ത് തന്നത്. പാച്ചു അതായത് എനിക്ക് ഫിലിം മേക്കറിനേക്കാൾ ഉപരി ഈ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മിസ് ചെയ്ത ഇപ്പൊ ലെങ്ത് ഒരു ഫാക്ടർ എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഈ സിനിമ 10 ദിവസം 100
100 കോടി കളക്ട് ചെയ്യേണ്ട കാരണം തന്നെ ലെങ്ത് 2.5 hours താഴെയതുകൊണ്ടാണ്. അപ്പൊ എക്സ്ട്രാ ഷോസ് കുറെ കളിക്കാൻ പറ്റി, മിഡ് നൈറ്റ് ഷോസ് കളിക്കാൻ പറ്റി. അപ്പൊ പാച്ചു ക്ലോസ് ടു 3 മണിക്കൂർ താഴെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ലെങ്ത് ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന തീരുമാനിച്ചത്. അപ്പൊ ഞാൻ തന്നെ, അപ്പൊ എല്ലാവരും ആദ്യം പറഞ്ഞു ഞാൻ തന്നെ എഡിറ്റർ ആയതുകൊണ്ടാണ് നിങ്ങൾ ലെങ്ത് ഒന്ന് ഇത്രയും. അപ്പൊ ഇതിൽ ഞാൻ കണ്ണീച്ചോറിൽ ചോറ് തെറിച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. കുറെ സീൻ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറെ സീൻസ് അജുവിന്റെ ഇനിവിന്റെ ഒക്കെ കുറെ പോയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ പക്ഷെ എന്നാലും നമുക്ക് ലെങ്ത് കുറയ്ക്കാന്നുള്ള ഫസ്റ്റ് കിട്ടിയത് പാച്ചുവിനാണ്. പിന്നെ എനിക്ക് കുറച്ചുകൂടി നമുക്ക് തിയേറ്ററിക്കലി ഒരു ഹൈ കൊടുക്കാം എന്നുള്ള സാധനം കുറച്ചുകൂടി പാച്ചു ഒരു ഞാൻ ലിബർട്ടി യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഫിലിം മേക്കേഴ്സ് ലിബർട്ടി. കൊമേഴ്സ്യലി അല്ലാതെ കൂടി അത് ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു അതിനകത്ത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നിധിയുടെ എപ്പിസോഡൊക്കെ ഇപ്പൊ ഗോവാച്ചേരി അതൊക്കെ ഒരു ഡോക്യുമെന്ററി ഫോമിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് സർവമായ ടോട്ടൽ സിനിമാറ്റിക് ആണ്. നമ്മൾ എന്താ പറഞ്ഞാലും അത് ശരിക്കും മസാല സിനിമയാണ് സർവമായ എല്ലാം ഉള്ള. അപ്പൊ അതാണ് ഫസ്റ്റ് ടേക്ക് അവേ. പ്ലസ് എനിക്ക് ബിസിനസ് പാർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സർവമായ ഞാൻ പാച്ചുവിന്റെ ബിസിനസ് ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ ഒരു സിനിമ ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ ആ പ്രൊഡക്റ്റ് എങ്ങനെ സെല് ചെയ്യാം എന്നുള്ള പാർട്ടും ഞാൻ പാച്ചു നേട്ടി ലേണിംഗ് ആണ് സർവമായുടെ എല്ലാ ബിസിനസിനും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു മാജിക്കൽ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ കാരണം പാച്ചു എന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ 2 മൂവീസിലും അഖിൽ സത്യൻ എന്ന ഡയറക്ടർ ചെയ്ത 2 മൂവീസിലും യു ഹാവ് വെരി ക്ലോസ്ലി കൊളാബറേറ്റഡ് വിത്ത് മ്യൂസിഷ്യൻ ജസ്റ്റിൻ പ്രഭാകരൻ. ഹിസ് മ്യൂസിക് ഇസ് സച്ച് എൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് യുവർ മൂവീസ്. കാരണം ഇപ്പോഴും തിങ്കൾ പൂവൻ നമ്മള് ലൂപ്പിലിട്ട് കേൾക്കുന്ന ഒരു സോങ് ആണ്. പല റീലുകളിലും ഒക്കെ ഐ തിങ്ക് വി സീ ഇറ്റ് അഗൈൻ. അതുപോലെ സർവമായയില് ഐ മീൻ ഒബ്വിയസ്ലി ഓൾ സോങ്സ് ആർ സ്പെഷ്യൽ, പക്ഷെ അഖിൽ സത്യൻ ലൂപ്പിലിട്ട് കേൾക്കുന്ന ഒരു സോങ് ഏതായിരിക്കും? ഞാൻ പുതുമഴ എന്നുള്ള പാട്ട്, അത് എനിക്ക് ലോകത്തിൽ ഒരാളും ഒരു പാട്ട് ഇത്രയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അത് 2024 പാട്ടാണ്. അത് ജസ്റ്റിന്റെ വോയിസിലുള്ള ട്രാക്ക് വേർഷൻ മുതൽ ഒരു വിജി വിശ്വ എന്നുള്ള ഒരു ട്രാക്ക് സിംഗർ പുള്ളിക്കാരി പാടിയിട്ടുള്ള മുതൽ ഞാൻ ആക്ച്വലി എന്റെ ലൈഫിലെ കഴിഞ്ഞ 1.5 വർഷം ആ പാട്ടായിരുന്നു. ഞാൻ എപ്പോഴും അത് പാട്ടിനേക്കാൾ ഉപരി എന്റെ ആ പാട്ട് കേട്ടാൽ എനിക്ക് സിനിമ കാണാൻ പറ്റും. ആ ഒരു 4 മിനിറ്റ് പാട്ടിനകത്ത് 2.5 hours സിനിമയുടെ ഒരു പവർ എനിക്ക് കിട്ടുന്ന എപ്പോഴും എന്നെ അതിലത്തെ ഓരോ അണുവും എനിക്ക് ബൈഹാർട്ടാണ് ആ പാട്ടിലെ. അതുകൊണ്ടാണത് എനിക്ക് ഇത്രയും സ്പെഷ്യൽ ആയി മാറുന്നത്. അപ്പൊ ശക്തിശ്രീ പാടിയത് ശരിക്കും പറഞ്ഞാൽ റിലീസിന്റെ ഒരു 2 ദിവസം മുമ്പ് മാത്രമാണ്. അപ്പൊ അതിനു മുമ്പ് വരെ ഞാനിപ്പോ ജസ്റ്റിന്റെ വോയിസിലുള്ളതും കേൾക്കും. ജസ്റ്റിനാകുമ്പോ തമിഴിലാണ് പാടുന്നത്. ജസ്റ്റിൻ പാടുമ്പോൾ തമിഴ് വരികൾ ഉപയോഗിക്കും. അപ്പൊ അതിന്റെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ലൂപ്പിലിട്ട് കേൾക്കുന്നത് ഇപ്പോഴും ഇഷ്ടമുള്ളത്. ഇത് ശരിക്കും കുറെ തവണ കേട്ട ഒരു ചോദ്യമായിരിക്കും, ബട്ട് ലെറ്റ് മീ സ്റ്റിൽ ആസ്ക് യു, ബീയിങ് ദ സൺ ഓഫ് എ ലെജൻഡ് ലൈക്ക് സത്യൻ അന്തിക്കാട് സർ ഇസ് എ ബ്ലെസ്സിംഗ്, ബട്ട് ഓൾസോ കുറെ അധികം പ്രഷർ ആഡ് ചെയ്തിട്ടുണ്ടാവും, എസ്പെഷ്യലി ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത്. ഹൗ ഡിഡ് യു ഹാൻഡിൽ ദാറ്റ് കൈൻഡ് ഓഫ് പ്രഷർ? പ്രഷർ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അസിസ്റ്റ് ചെയ്യുമ്പോഴാണ്, ആദ്യത്തെ സിനിമ അസിസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ പ്രഷർ എനിക്ക് വന്നിട്ടുള്ളൂ. അതായത് ഇവൻ എങ്ങനെയാണ് ഇതിനകത്ത് കയറിയത്, ഇയാളുടെ മകനായതുകൊണ്ട് മാത്രമല്ല കയറി എന്നുള്ള ഒരു അത് മാത്രമാണ് എനിക്ക് നെപ്പോക്കിഡ് എഫക്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് അസിസ്റ്റ് ചെയ്യുമ്പോഴാണ്. പക്ഷെ എനിക്കൊരു ഒരു ഇന്ത്യൻ പ്രണയത മുതൽ എനിക്ക് ഒരു അതിഭീകര കോൺഫിഡൻസ് വന്നു. എങ്ങനെയാണെന്നറിയില്ല. അതെനിക്ക് മേ ബി ഐ ഹാഡ് ഡിപ്രഷൻ ആഫ്റ്റർ മൈ ഫസ്റ്റ് ഫിലിം. ഞാൻ ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിരുന്നു, മരുന്ന് വെച്ചിട്ട് അത് മാറിയത് ഫസ്റ്റ്. അപ്പൊ എനിക്ക് അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്കൊരു എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഡിപ്രഷൻ കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഞാൻ ഹെൽത്തി ആയിട്ട് ഉപയോഗിച്ചു ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇന്ത്യൻ പ്രണയത മുതൽ എനിക്ക് ഭയങ്കര എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ക്ലാരിറ്റി ഞാൻ ഭയങ്കര ബോധറായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇപ്പോഴും ഈ സിനിമയിലും ഞാനിപ്പോ അച്ഛന്റെ മകൻ എന്നുള്ള പേടിയേക്കാൾ ഉപരി ഒരു സിനിമ ചെയ്യാൻ കിട്ടുമ്പോഴുള്ള സന്തോഷമാണ് ഞാൻ പ്രയോറിറ്റി ചെയ്യുന്നത്. അപ്പൊ എന്റെ പേഴ്സണൽ ഹാപ്പിനെസ് ആണ് പ്രയോറിറ്റി 1. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം സോർട്ടാണ്. അപ്പൊ ഞാൻ ഹാപ്പി ആയി കഴിഞ്ഞാൽ ഓഡിയൻസ് ഹാപ്പി പ്ലസ് അച്ഛൻ ഹാപ്പി. അപ്പൊ ബാക്കി കുറ്റമറമാരുടെ മേലെ നമ്മൾ കയറിയിരിക്കും. You know, this actually reminded me of that dialogue. ജനാർദ്ദനൻ സാർ പറയുന്ന ആ ഒരു ഡയലോഗ് ഞാൻ പെട്ടെന്ന് എനിക്ക് അതാ എന്റെ മനസ്സിൽ വിഷ്വലി ഇമേജ് അതെനിക്ക് ഞാൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഉണ്ണിവാരൻ എന്നുള്ളൊരു ഉണ്ണിയേട്ടൻ പറഞ്ഞാണ് എന്നോട് പുള്ളി പറഞ്ഞൊരു വാക്ക്. അത് ഞാൻ അത് യൂസ് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമുക്ക് ഒരു സിനിമയിൽ നമ്മൾ എപ്പോഴും കളക്റ്റീവ് ആയിട്ട് എല്ലാവരുടെയും കുറെ ഇൻപുട്ട് വരുമല്ലോ. അപ്പൊ അതിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അച്ഛൻ എന്താണ് ഈ ഒരു സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞ് ഫസ്റ്റ് പറഞ്ഞത്? അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അച്ഛന്റെ എനിക്ക് അച്ഛൻ പാച്ചുവിനേക്കാളും അച്ഛൻ ഈ സിനിമ അച്ഛന് ഇതിന്റെ ക്രാഫ്റ്റ് അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതാണ് അച്ഛൻ ഇതിന്റെ റൈറ്റിങ്ങിനെ പറ്റി പറഞ്ഞു. അതിന്റെ ഓരോ കുറച്ചുകൂടി പെർഫെക്റ്റ് സിനിമയാണെന്ന് പറഞ്ഞു പാച്ചുവിനേക്കാളും. അപ്പൊ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ പറയും ഡെലേലുവിന്റെ ഇന്ത്യയിലത്തെ ഏറ്റവും നമ്പർ 1 ഫാൻ സത്യൻ അന്തിക്കാടെന്ന് പറയും. അച്ഛനോളം ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഭയങ്കര ഡെലേലു ഫാനാണ്. അപ്പൊ അന്തിക്കാട് വിഭാഗം സെക്രട്ടറിയാണ് മറ്റേ ഫാൻ ക്ലബ്. ഈ പാച്ചു വാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ജോണർ ഫ്രം സർവമായ ആൻഡ് ഇനി നെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ജോണർ ഏതായിരിക്കും? അടുത്തത് ഞാൻ ചുമ്മാ അതിപ്പോ നമ്മള്
ഒന്നും സിനിമയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ പറയുന്ന കാര്യം നടക്കുന്ന അറിയില്ല. പക്ഷെ എന്നാലും എന്താ വെച്ചാൽ നമുക്ക് ചിന്തിക്കാതെ കാര്യമില്ല. അപ്പൊ എനിക്ക് ഞാൻ നിവിൻ അജു കോമ്പിനേഷനിൽ അത് ഇപ്പൊ നമ്മൾ കണ്ടുള്ളത് നമ്പൂതിരിമാരാണല്ലോ, അതല്ലാതെ ഒരു നോർമൽ വേഷത്തില് നിവിൻ അജു അൽതാഫ് പ്ലസ് ഒരു എക്സ് ഫാക്ടർ ഉണ്ട്, ഒരു നായിക, നമുക്ക് അറിയുന്ന ഒരു നായിക ഉണ്ട്. അപ്പൊ കുറെ നാളായിട്ട് വരാത്തൊരു നായിക ഉണ്ട്. അപ്പൊ പുള്ളിക്കാരുടെ നിവിന്റെ ഒരു കോംബോ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു നമ്മളൊരു കുറച്ചൊരു ഞാൻ പറയുന്നത്, ഞാൻ അതിന്റെ വർക്ക് ടൈറ്റിൽ ഏ ജവാനി ആലുവ ദിവാനി എന്നാണ്. നമ്മുടെ ഒരു വാണബി ഏ ജവാനി ഹേ ദിവാനിയാണ്. അത് ഒരു മിഡ് 30s റൊമാൻസ് ആണ്, റോംകോം ആണ് അത്. അപ്പൊ പക്ഷെ അത് ഒരു എന്റർടൈൻമെന്റ് വാല്യൂ കുറച്ചുകൂടി കൂട്ടുന്ന, കുറച്ചുകൂടി ഒരു സ്കെയിൽഡ് അപ്പ് ആയിട്ടുള്ള സിനിമ ആലോചിക്കുന്നുണ്ട്. അൽത്താഫും കൂടി കോറേറ്റ് ചെയ്യുന്നുണ്ട്, അൽത്താഫും കോറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ടു ഹിയർ മോർ അബൌട്ട് ദിസ്. സോ അതാണ് ഇനി അപ്കമിംഗ് ആയിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമ അതാണ്. അമേസിംഗ്. ഇനി ഒരു ചിന്ന റാപ്പിഡ് ഫയർ റൗണ്ടും കൂടെ. If Sarvamaya was a feeling, what kind of feeling would it be? Content. എനിക്ക് തൃപ്തിയാണ്. എനിക്ക് 100% തൃപ്തിയുള്ള സിനിമയാണ്. അതാണ് എനിക്ക് തൃപ്തിയായി. അതെ. A character that surprised you most in the film? Delulu. Okay. I think Delulu surprised everyone who saw the movie. അതെ. One thing you unlearned as a filmmaker? ഈ റൈറ്റിംഗിലെ പ്രഡിക്ഷൻ നമുക്ക് തോന്നില്ല. അപ്പൊ ആർക്ക്, അതായത് ഇങ്ങനത്തെ പോയി എങ്ങനെ വരണം, ഇങ്ങനെ പോയി എങ്ങനെ വരണം, ഇതിലെ എനിക്ക് ക്ലൈമാക്സ് റൈറ്റിംഗിൽ നമ്മൾ ജസ്റ്റ് ബി വിത്ത് ദ പ്രോസസ്, അതായത് ഈ ഫ്ലോയിൽ പോകുന്നു, ഈ സിനിമാറ്റിക് ഗ്രാമർ ഒന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയത്. ബാക്കി നമ്മൾ ഇങ്ങനെ അല്ലല്ലോ ഇതിൽ ക്ലൈമാക്സ് പറയുമ്പോൾ ഒരു കുഞ്ഞ് ഒരു ഫാമിലിയുടെ സ്നേഹത്തിലാണ് ഇവൻ എൻഡ് ചെയ്യുന്നത്. വേറെ നമ്മൾ മെലോ ഡ്രാമ എക്സ്പെക്ട് ചെയ്യുമ്പോൾ വരുന്നത് സിമ്പിൾ ഒരു അച്ഛന്റെ അമ്മയുടെയും ഒരു കുട്ടിയുടെയും ലൈഫിലേക്കാണ്. അപ്പോൾ ട്രസ്റ്റ് ദ റൈറ്റിംഗ് പ്രോസസ് എന്നുള്ളതാണ് ഏറ്റവും വലിയ. ബാക്കി നിങ്ങൾ ലേണിംഗ് ബുക്ക് എല്ലാം അൺലേൺ ചെയ്തോളൂ, ജസ്റ്റ് ബി വിത്ത് ഫ്ലോ എന്നുള്ളതാണ് റൈറ്റിംഗിൽ. അതാണ് ഏറ്റവും വലിയ ലേണിംഗ് ഇതിന്റെ. The biggest lesson you learned from your father, the director? I've said this before, like മിതത്വം എന്നുള്ളതാണ്. എവിടെ മതി എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് നമുക്ക് ഇത്ര മതി. അതായത് ബേസിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്ഷറി. നമുക്ക് ജീവിതം റൂട്ടഡ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ഒരു ഫിലിം മേക്കർക്ക് അങ്ങോട്ട്. കാരണം നമ്മളിപ്പോ ഒരു വലിയ കാറോ ഒരു സാധനം പെട്ടെന്ന് വാങ്ങിക്കാം, പെട്ടെന്ന് സപ്പോസ് പൈസ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സഡൻ ആയിട്ട് ലൈഫ് സ്റ്റൈൽ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അച്ഛൻ ഇത്രയും കാലം ഇപ്പൊ 50 years ആയി, 50 വർഷമായി, 58 സിനിമയായി. അച്ഛൻ ഇത്രയും കാലം സർവേ ചെയ്യുന്നതിന്റെ ഒരു റീസൺ he chose to be at അന്തിക്കാട് വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. ലക്ഷറി ഒരു പരിധിക്കപ്പുറത്തേക്ക് വേണ്ട തീരുമാനിച്ചു. പണം പൈസ ഒരപ്പുറത്തേക്ക്. അത് അച്ഛൻ എന്റെ കൺവെന്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ കുറെ പൈസ ഓഫർ ചെയ്തിട്ടുള്ള ആളോട് ക്ലീൻ ആയിട്ട് നോ പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ അത് എനിക്ക് എല്ലാ കരിയറിലും എല്ലാം പൈസ ഒരു പരിധിക്ക് വേണ്ട തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പീസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. മനസ്സിൽ പൈസ വേണം ബേസിക്കലി, പക്ഷെ എന്നാലും ടു മച്ച് പൈസ നമ്പേഴ്സ് മാത്രമാണ് തോന്നിയത്. If you had to make a sequel or a remake of any Satyan Andikad movie, ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? കളിക്കളം. ആക്ച്വലി പ്ലാനിങ് ഇറ്റ്, ബട്ട് അറിയില്ല, പറയാൻ പറ്റില്ല. അത് എനിക്ക് അച്ഛൻ ഡയറക്ട് ചെയ്യുന്നുണ്ട്. അച്ഛൻ ലൈക്ക് ഐ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് അത് എനിക്ക് സത്യൻ അന്തിക്കാട് മമ്മൂട്ടി സിനിമ ഇഷ്ടമാണ്. അർത്ഥം, കളിക്കളം. അപ്പോ അതാണ് ഒരു ആഗ്രഹമുണ്ട്, കളിക്കളമാണ്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ പാച്ചുവും ഡെലുലും ഒരു alternate യൂണിവേഴ്സിൽ മീറ്റ് ചെയ്യുവാണ്. വാട്ട് വുഡ് ദാറ്റ് കോൺവെർസേഷൻ ഓർ ദാറ്റ് മീറ്റിംഗ് ബി ലൈക്ക്? ഡൽഹിയിൽ പണി കൊടുക്കും, ഉറപ്പായിട്ടും പണി കൊടുക്കും. സംശയമില്ല. പാച്ചൊരു സൂത്രക്കാരാണ്, പ്രബന്ധ പാവാണ്. ഡൽഹിയിലും അതിന്റെ മറുപടി കൊടുക്കുമായിരിക്കും. അഖിൽ സത്യൻ ഒരു ദിവസം രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡെലുലുവിനെ കാണുകയാണ് റൂമിൽ. വാട്ട് വുഡ് യു ഡു ഫസ്റ്റ്? ഞാൻ നമ്മുടെ അടുത്ത് പോയി അപ്പുറത്ത് അമ്മയുണ്ട്, അപ്പുറത്ത് പോയി കിടക്കും. സിമ്പിൾ, വേറെ നോ ലോജിക്ക്. ഒരു എലിക്കുഞ്ഞാണെങ്കിൽ പോലും ഞാൻ പോയി കിടക്കും. ഡൽഹിയിൽ പോട്ടെ, മനുഷ്യൻ പോലും വളർന്നില്ല റൂമിൽ. നമ്മള് ഉടനെ സ്ഥലം കാലിയൊക്കെ ചെയ്യുന്നത്. അതെ, പ്രബന്ധം ചെയ്യുന്നത്. പ്രബന്ധം ആദ്യം ഓടാണല്ലോ. അതെ. Amazing. All right. Akhil Satyan, thank you so much. ജോയിൻ ചെയ്തതിനും ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വൺസ് അഗൈൻ ഫോർ സർവമായ പോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവി. താങ്ക് യു. ഓൾ റൈറ്റ്. എന്തായാലും അതോടുകൂടി ഇന്നത്തെ സ്റ്റാർസ് ഓൺ എയർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച മറ്റൊരു സെലിബ്രിറ്റിയും കുറേയധികം വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. Stay tuned and keep listening to Radio Malayalam 98.6, Qatar's #1 radio station.